ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച നടത്തുന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഇതാണ്, സാറ ജോസഫ്. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷമേത്? കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷമേത്? ഉത്തരം കാഞ്ഞിരമാണ്. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം എന്നറിയപ്പെടുന്നത് എന്താണ്? കാഞ്ഞിരം. രാജ്യത്താദ്യമായി പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനവും ഓൺലൈൻ വഴി നൽകുന്ന സംസ്ഥാനമേത്? രാജ്യത്താദ്യമായി പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനവും ഓൺലൈൻ വഴി നൽകുന്ന സംസ്ഥാനമേത്? ഉത്തരം കേരളമാണ്. രാജ്യത്താദ്യമായി പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനവും ഓൺലൈൻ വഴി നൽകുന്ന സംസ്ഥാനമേതാണ്? കേരളം. അടുത്തിടെ ഏത് രാജ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തങ്ങളുടെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ സമ്മാനിച്ചത്? അടുത്തിടെ ഏത് രാജ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തങ്ങളുടെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ സമ്മാനിച്ചത്? ഉത്തരം ശ്രീലങ്കയാണ്. ശ്രീലങ്കയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവരുടെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ സമ്മാനിച്ചിരിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ആദ്യ 4 സ്ഥാനങ്ങൾ നേടിയ രാജ്യങ്ങളുടെ ശരിയായ ക്രമമേത്? പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ആദ്യ 4 സ്ഥാനങ്ങൾ നേടിയ രാജ്യങ്ങളുടെ ശരിയായ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അമേരിക്ക, ചൈന, ജപ്പാൻ, ഓസ്ട്രേലിയ. 4 ക്രമങ്ങൾ ഇങ്ങനെയാണ്. 4 സ്ഥാനങ്ങൾ വരുന്നത് ഇങ്ങനെയാണ്: അമേരിക്ക, ചൈന, ജപ്പാൻ, ഓസ്ട്രേലിയ. 2028 ഒളിമ്പിക്സ് ഗെയിമിൽ പുതിയതായി ഉൾപ്പെടുത്തിയ കായിക ഇനത്തിൽ പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 2020 ക്രിക്കറ്റ്. 2028 ഒളിമ്പിക് ഗെയിംസിൽ പുതിയതായി ഉൾപ്പെടുത്തിയ കായിക ഇനത്തിൽ പെടുന്നത് 2020 ക്രിക്കറ്റ് ആണ്. നെറ്റ് സീറോ കാർബൺ എമിഷൻ സ്റ്റാറ്റസ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏത്? നെറ്റ് സീറോ കാർബൺ എമിഷൻ സ്റ്റാറ്റസ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡൽഹി വിമാനത്താവളം. നെറ്റ് സീറോ കാർബൺ എമിഷൻ സ്റ്റാറ്റസ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഡൽഹി വിമാനത്താവളം. കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ? കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 49ാമത്തത്. കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ? 49ാമത്. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമിനായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആട്ടം. ഓപ്ഷൻ എ, ആട്ടം. ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൊച്ചി. ഉത്തരം ഓപ്ഷൻ ബി, കൊച്ചി. കൊച്ചിയാണ് ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹർദീപ് സിംഗ് പുരി. ഹർദീപ് സിംഗ് പുരിയാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി. മഹാകവി വള്ളത്തോൾ ചെറുതുരുത്തിയിലെ കലാമണ്ഡലം സ്ഥാപിച്ച വർഷമേത്? മഹാകവി വള്ളത്തോൾ
ചെറുതുരുത്തിയിൽ കലാമണ്ഡലം സ്ഥാപിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 1930. ഉത്തരം ഓപ്ഷൻ ബി 1930. തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരത്തിൻ്റെ മുഖ്യ പത്രാധിപർ ആരായിരുന്നു? തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരത്തിൻ്റെ മുഖ്യ പത്രാധിപർ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ് ജോർജ് ഫ്രെഡറിക് മുള്ളർ. ജോർജ് ഫ്രെഡറിക് മുള്ളറാണ് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരത്തിൻ്റെ മുഖ്യ പത്രാധിപർ. വിവര വിശകലനത്തിലുള്ള സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏത്? വിവര വിശകലനത്തിനുള്ള സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റാണ് വിവര വിശകലനത്തിലുള്ള സോഫ്റ്റ്വെയറിന് ഉദാഹരണം. പൊതുജനങ്ങൾക്ക് ആദ്യമായി ഇൻ്റർനെറ്റ് നൽകി തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ സേവനദാതാവ് ആര്? പൊതുജനങ്ങൾക്ക് ആദ്യമായി ഇൻ്റർനെറ്റ് നൽകി തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ സേവനദാതാവ് ആര്? ഉത്തരം VSNL. ഉത്തരം ഓപ്ഷൻ ഡി ആണ് VSNL. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് തൈമസ് ഗ്രന്ഥി. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. മനുഷ്യനേത്രത്തിൽ റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏത്? മനുഷ്യനേത്രത്തിൽ റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് റെറ്റിന. റെറ്റിനയിലാണ് റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗമേത്? താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗമേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ബ്ലൈറ്റ് രോഗം. നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് ബ്ലൈറ്റ് രോഗം. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 50 ഹെർട്സ്. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത്? സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഫോട്ടോ വോൾട്ടേയിക് പ്രഭാവം. ഫോട്ടോ വോൾട്ടോയിക് പ്രഭാവമാണ് സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണം. ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്ര? ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 48.6 ഡിഗ്രി. ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 48.6 ഡിഗ്രി. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് സിങ്ക്. കലാമിൻ എന്നത് സിങ്കിൻ്റെ അയിരാണ്. മിഠായികൾ, ചോക്ലേറ്റുകൾ എന്നിവ പൊതിയാനുള്ള ഫോയിൽ നിർമ്മിക്കുന്നതിനുള്ള ലോഹമേത്? മിഠായികൾ, ചോക്ലേറ്റുകൾ എന്നിവ പൊതിയാനുള്ള ഫോയിൽ നിർമ്മിക്കാനുള്ള ലോഹമേതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് അലുമിനിയം. ഓപ്ഷൻ ബി അലുമിനിയം. ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്ത പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലമേത്? ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്ത പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലമേതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഷാലിമാർഗ്. ഉത്തരം ഓപ്ഷൻ എ ഷാലിമാർഗ്. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക ഇനത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ടാണ് മഖാന ബോർഡ് സ്ഥാപിതമായിട്ടുള്ളത്? താഴെ പറയുന്നവയിൽ ഏത് കാർഷിക ഇനത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ടാണ് മഖാന ബോർഡ് സ്ഥാപിതമായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് താമര. ഉത്തരം ഓപ്ഷൻ ബി താമര. 2023-24 വർഷത്തെ മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയത്? 2023-24 വർഷത്തെ മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയത് ആരാണ്? ഏതാണ് മികച്ച മുനിസിപ്പാലിറ്റി? ഉത്തരം ഓപ്ഷൻ സി ആണ് ഗുരുവായൂർ.
ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഏതാണ്? ഉത്തരാഖണ്ഡാണ്. സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം. സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായിട്ടുള്ള ബ്രിക്സിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 10. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച സമയത്തെ വൈസ്രോയി. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച സമയത്തെ വൈസ്രോയി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ചെംസ്ഫോർഡ് പ്രഭു. ചെംസ്ഫോർഡ് പ്രഭു ആണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച സമയത്തെ വൈസ്രോയി. കയ്യൂക്കിനെതിരെയുള്ള ഈ സമരത്തിൽ തനിക്ക് ലോകത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് അവസരത്തിലാണ്? കയ്യൂക്കിനെതിരെയുള്ള ഈ സമരത്തിൽ തനിക്ക് ലോകത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് അവസരത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദണ്ഡി മാർച്ച്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക വനിത. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബീഗം ജഹനാര ഷാനവാസ്. ഓപ്ഷൻ ഡി, ബീഗം ജഹനാര ഷാനവാസ്. ലോകത്തിൻ്റെ കരഭാഗത്തിൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യ? ലോകത്തിൻ്റെ കരഭാഗത്തിൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് ഇന്ത്യ? ഉത്തരം ഓപ്ഷൻ സി ആണ്, 2.4%. ഔദ്യോഗിക അവകാശവാദ പ്രകാരം ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്നു? ഔദ്യോഗിക അവകാശവാദ പ്രകാരം ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, 7. ഔദ്യോഗിക അവകാശവാദ പ്രകാരം ഇന്ത്യ 7 രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്നു. ഗാദർ, ബംഗാർ എന്നിവ ഏതു തരം മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാദർ, ബംഗാർ എന്നിവ ഏതു തരം മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എക്കൽ മണ്ണ്. എക്കൽ മണ്ണുമായി ബന്ധപ്പെട്ടതാണ് ഗാദർ, ബംഗാർ എന്നിവ. ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3-ാം ഭാഗത്തിൽ. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 12. 12-ാം അനുച്ഛേദത്തിലാണ് സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പത്ര സ്വാതന്ത്ര്യത്തിന് ബാധകമായത് എന്ന് കരുതപ്പെടുന്ന ഭരണഘടന അനുച്ഛേദം. പത്ര സ്വാതന്ത്ര്യത്തിന് ബാധകമായത് എന്ന് കരുതപ്പെടുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 19. 19-ാം അനുച്ഛേദമാണ് പത്ര സ്വാതന്ത്ര്യത്തിന് ബാധകമായത് എന്ന് കരുതപ്പെടുന്നത്. കേരളത്തിൻ്റെ 7ാമത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്ത്? കേരളത്തിൻ്റെ 7ാമത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, എ ഷാജഹാൻ. എ ഷാജഹാൻ. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷാനുപാതമുള്ള ജില്ല ഏതാണ്? 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, കണ്ണൂർ. 2024 ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ. 2024 ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ സി ആണ്, പാലക്കാട്, ചേലക്കര.
ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് സർജറി? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹൃദയം. പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകം ഏതാണ്? പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിറ്റമിൻ സി. പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകമാണ് വിറ്റമിൻ സി. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് കണരോഗമുണ്ടാവുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് കണരോഗമുണ്ടാവുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വിറ്റമിൻ ഡി. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് കണരോഗമുണ്ടാവുന്നത്. ബാക്ടീരിയ പരത്തുന്ന രോഗമായ ബോട്ടുലിസം പകരുന്നത് എന്തു മുഖേനയാണ്? ബാക്ടീരിയ പരത്തുന്ന രോഗമായ ബോട്ടുലിസം പകരുന്നത് എന്തു മുഖേനയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആഹാരം. ആഹാരത്തിലൂടെയാണ് ബോട്ടുലിസം പകരുന്നത്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്ന രോഗമേതാണ്? ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്ന രോഗമേതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, എയ്ഡ്സ്. എയ്ഡ്സ് ആണ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്ന രോഗം. വിതരണ ട്രാൻസ്ഫോമറിലെ 2 ഫേസിനിടയിലെ വോൾട്ടേജ് എത്ര വോൾട്ടാണ്? വിതരണ ട്രാൻസ്ഫോമറിലെ 2 ഫേസിനിടയിലെ വോൾട്ടേജ് എത്ര വോൾട്ടാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 400. ഹൃദയമിടിപ്പറിയാൻ സഹായിക്കുന്ന സ്റ്റെതസ്കോപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഹൃദയമിടിപ്പറിയാൻ സഹായിക്കുന്ന സ്റ്റെതസ്കോപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം. ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം. സൂര്യനിൽ ദ്രവ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? സൂര്യനിൽ ദ്രവ്യത്തിൻ്റെ അവസ്ഥ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്ലാസ്മ. ക്രയോലൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ക്രയോലൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അലുമിനിയം. ക്രയോലൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലുമിനിയം. ഹണ്ടർ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്ന ലോഹമേത്? ഹണ്ടർ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്ന ലോഹമേതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ടൈറ്റാനിയം. ഹണ്ടർ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്ന ലോഹമേതാണ്? ടൈറ്റാനിയം. കഥകളി വിജ്ഞാനകോശം രചിച്ചതാര്? കഥകളി വിജ്ഞാനകോശം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അയമനം കൃഷ്ണ കൈമൾ. കഥകളി വിജ്ഞാനകോശം രചിച്ചിരിക്കുന്നത് അയമനം കൃഷ്ണ കൈമൾ. തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചെമ്മീൻ. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത ആഴ്ച നടത്താനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.